ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അൺചാർട്ടഡ് 4ൻ്റെ ഒരു മലയാളം വാക്ക് ത്രൂ ഗെയിം പ്ലേ ആണ് ഞാനിപ്പോൾ അറിയുന്നത്. ഇപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ്, അതായത് ഓരോ മിഷൻസ് വൈസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് മിഷനിലേക്ക് പോകാം. ഓക്കെ, സ്റ്റോറി അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ ഗെയിം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എയിം ചെയ്യുന്നത് ലോക്ക് ചെയ്യണം. അതായത് നമ്മൾ എനിമീസിനെ ഗൺ പോയിന്റ് ലോക്ക് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ എനിമീസിനെ വെച്ചിടാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് ഞാൻ അതുമാണ്. പിന്നെ ക്യാമറ അസിസ്റ്റിൻ്റെ ആവശ്യമില്ല. ക്യാമറ അസിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാമറ അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിലേക്ക് തന്നെ പോയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ബേസിൻ്റെ സെറ്റപ്പായിട്ട് ആവശ്യമില്ല. വെഹിക്കിൾ ക്യാമറ അസിസ്റ്റ് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓൾറെഡി കളിച്ചു വെച്ച ഗെയിമുണ്ട്. അതല്ലാതെ അത് 2 മിഷൻസ് കളിച്ചിട്ടുള്ളൂ. നമ്മൾ ന്യൂ ഗെയിം കളിക്കുന്നത് ന്യൂ ഗെയിം ഡാറ്റിൽ സേവ് ചെയ്യാം. ലോഡിംഗ് സ്ക്രീന് ഒരു സ്വർണ്ണ പതക്കം. ഈ പൈററ്റ്സ് ഓഫ് ദി കരീബിയൻസിലൊക്കെ കളിക്കുന്ന സാധനം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ട്രഷർ ഹണ്ടാണ് മെയിനായിട്ട് ഗെയിമിൻ്റെ തീം കേട്ടോ. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4 ഒക്കെ ഉണ്ട്. 4 ഗെയിമുണ്ട്. പിന്നെ അതേപോലെ ലോസ്റ്റ് ലാഗസി എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ടും ഉണ്ട്. ഇതൊക്കെ അൺചാർട്ടഡ് സീരീസിൽ വരുന്നത്. സോണി കമ്പ്യൂട്ടർ എൻ്റർടൈൻമെൻറ്റ് അവരാണ് ഇത് സ്പോൺസർ ചെയ്യിക്കുന്ന ഗെയിം. അത്യാവശ്യം അറിയാൻ നല്ല ഒരു എന്താ പറയുക, ഗെയിം ഓഫ് ദി ഇയർ അവാർഡൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഗെയിമുകളിൽ വരുന്ന ഗെയിമാണ്. ബെസ്റ്റ് ഓഫ് ദ ടോപ്പ് ബെസ്റ്റ് ഗെയിമുകളിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഗെയിമാണ്. എനിക്ക് തോന്നുന്നത് 2018 എന്നാണ് തോന്നുന്നത് ഗെയിം റിലീസായി. 16-18 ആ ഗ്യാപ്പിലാണ് ഗെയിം റിലീസ് ആകുന്നത്. അൺചാർട്ടഡ് 4 സ്റ്റാർട്ട് ചെയ്യുന്നത് കടലിലാണ്. ഗെയിം കണ്ടിന്യൂസ് ആണ്. പക്ഷേ 4 കളിക്കാൻ പറ്റുന്ന 4 ഒരു സെറ്റാണ് ഗെയിം. ഫസ്റ്റ് മുതൽ സെക്കൻഡ് വരെ അങ്ങനെ ഫസ്റ്റ്, സെക്കൻഡിൻ്റെ, തേർഡിൻ്റെ കഥ അറിയാതെ തന്നെ നമുക്ക് കളിക്കാൻ കഴിയും. ഓക്കെ, ബോട്ട് നമ്മളതിൽ തന്നിരിക്കുകയാണ്. R2 പ്രസ് ചെയ്തിട്ട് ആക്സിലേറ്റ് ചെയ്യാം. ഞാൻ പ്ലേ സ്റ്റേഷൻ കണ്ടോ കേട്ടോ കളിക്കുന്നത്. R2 വെച്ചിട്ട് നമുക്ക് ക്യാമറ ഇങ്ങോട്ട് കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. R2 പിന്നെ R3 പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഗിയറാണ്. ഈ ഗിയറിനെ പ്രസ് ചെയ്യുമ്പോൾ ക്യാമറ റീസെറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലാണ് ക്യാമറ അല്ല, ജസ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ഇതാക്കുക. പിന്നെ അങ്ങോട്ടും ഈ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ പോകും. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ റീസെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ മരിക്കുന്ന തോന്നുന്നത് എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോയുണ്ട്. ഞാനത് ലൈഫ് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ഈ ഒരു ഇതിനൊന്നും കണ്ടില്ല. ഒരു വലിയ ഷിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. സീരിയലാണല്ലോ. ചെറിയ ഫോട്ടോ നമ്മൾ ഇടിച്ചതാ. വെള്ളത്തിൽ പോയേ.
വെള്ളമൊക്കെ അടിപൊളിയായല്ലോ. എക്സ് നെക്കിയിട്ട് മേലേക്ക് ഇടാം. എക്സ് ഇതാണ് എക്സ് ബട്ടൺ. ഹോൾഡ് ചെയ്തിട്ട് 0 ഹോൾഡ് ചെയ്തിട്ട് ട്രെയിനിനകത്ത് ഈ ഡാർക്ക് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫ് തീരാനാവുകയാണ് ഡാർക്ക്. നമ്മുടെ എഞ്ചിൻ ഡൗൺ ആയി. ഓണൊക്കെ കവർ ചെയ്യാൻ പറഞ്ഞിരുന്നു. എഞ്ചിൻ ക്ലിയർ ആകുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ എയിം അസിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതാ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എയിം ആവും. ആ എയിം ആവുന്ന കറക്റ്റ് കണ്ടില്ലേ, എനിമീസിന്റെ മുഖത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആവും. പൊതുവെ ഇങ്ങനെ ഞെക്കി പിടിച്ചിരുന്നാൽ ഇങ്ങനെ ആക്കണം. ഇതിങ്ങനെ എയിം ചെയ്യണം. അങ്ങനെ ചെയ്യാതെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഞെക്കിയാൽ തന്നെ കറക്റ്റ് എനിമീസിനെ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ചെയ്യും. അത് ഒരു ഈസി മെത്തേഡാണ്. നമുക്ക് ഗെയിം പെട്ടെന്ന് കളിച്ച് തീർക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്തത് മാത്രം. അത് ഓഫാക്കി ഇടുമ്പോഴാണ് ഗെയിമിന്റെ ശരിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വരുന്നത്. അതായത് നമ്മൾ സ്വന്തം റിസ്ക് ചെയ്തിട്ട് എനിമീസിനെ എയിം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എനിമീസിനെ ഒരു ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കൊടുക്കാന്ന് മാത്രം. ഒന്ന് എനിമീസിന്റെ ഭാഗം ഒന്ന് കാട്ടി കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആയിരിക്കും. ഇങ്ങോട്ട് പോകേണ്ടതൊന്നും ഒരു ഐഡിയ ഇല്ല. Nathan? Nathan? Nathan നാളെ കേട്ടു. You must be tired of these lectures. I know I'm tired of giving them. And now you have to stay here with me all weekend instead of going on retreat with everyone else? I don't care. Yes, that is the crux of the problem. I don't see why I'm the only one being punished. Because you started the fight. You wouldn't give me back my book. I told you to leave those books in your room. You only have yourself to blame. It doesn't give him the right to just snatch it from me. Does that give you the right to start throwing punches? It wasn't just about the book. What was it then? Nothing. I'll save it for confession. No matter what I try, you seem insistent on going down the same sad road as your brother. What a waste. Sam! നമ്മൾ രണ്ടാമത് ഇടിച്ചു വെള്ളത്തിൽ പോയപ്പോൾ ഫ്ലാഷ് ബാക്ക് ചിന്തിക്കണം. എന്തോ പാസ്റ്റിൽ നടന്ന ഇൻസിഡന്റ് ഒക്കെ. അവനൊരു ബോർഡിംഗ് സ്കൂൾ പോലത്തെ സ്കൂളിൽ ഹോസ്റ്റലിലാണ് താമസിച്ചത്. സിസ്റ്റർ വന്നിട്ട് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോയി. എന്തോ ബുക്കിന്റെ പേരിൽ അടി ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഗെയിം നല്ല രസമുണ്ട് കേട്ടോ. ഈ റൂഫിനകത്തൊക്കെ റേ ട്രേസിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. അവിടെ ആരോ ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് പോവാൻ നമുക്ക് കയറാൻ പറ്റുന്നില്ല.
കുഴപ്പമില്ല കേട്ടോ സ്ഥലമൊക്കെ. ഇപ്പൊ പോകണ്ടേ നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് അവിടെ നിന്നായിരുന്നു ഫ്ലാഷ് അടിച്ചാണ് തോന്നുന്നത്. അങ്ങോട്ടായിരുന്നു പോകണ്ടേ. Okay, nice and quiet. എന്തായാലും 5-6 കൊല്ലം മുമ്പുള്ള ഗെയിമാണ്. ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഫ്ലോറും Isn't it our job to help boys like him? In the meantime, I'm neglecting the other dozen boys under my care. What do you want me to do? You know my opinion. I'm not ready to give up on him yet. അവരെ കാണാൻ വിളിച്ചിട്ടാണോ. Avoiding it. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി അപ്പുറത്തെ ബിൽഡിങ്ങിൽ കൂടെ ആ ടോർച്ച് കാണിച്ച് അവന്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടി ഇരിക്കും. Good night, Father. Good night, Sister Catherine. ഫാദർ ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഈ സിസ്റ്ററാണ് ചീഫ് നല്ല സിസ്റ്റർ. ഇവിടെ പോയോ. Wow, it's my file. ഇതാണ് മച്ചാന്റെ ഫയല്. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കണമെങ്കിൽ ഓക്കെ റീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനിക്ക് ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് കാണിക്കാം. സെയിൻറ്റ് ഫ്രാൻസിസ് ലൂയിസ് ഹോം ബിഹേവിയർ റിപ്പോർട്ട്. സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. ഹൈക്കോർട്ട് പ്രിൻസ് നേതൻസ് എന്നാണ് നമ്മുടെ ക്യാരക്ടറിന്റെ പേര്. സംഭവം എന്താ വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്ത് ചെക്കായി എടുത്ത് അവനെ കയറി ഇവനെ അടിച്ച്. അപ്പോ സിസ്റ്റർ ഒരു എന്താ പറയാ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനാള് ശരിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവനാള് ഒരു ഇടിക്കാരനൊക്കെയാണ്. പിന്നെ രാത്രി ഹോസ്റ്റലിൽ നിന്ന് ചാടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കണ്ടില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല ആ ഇടിക്കാരനാണ്. വെല്ലുവിളിയാണ്. പിന്നെ കഥാനായകനായതുകൊണ്ട് തന്നെ പോയിട്ട് ഇവിടെ നിന്ന് അറിഞ്ഞു. വാതിൽ തുറക്കാൻ പറ്റും നോക്കാം. ഇതിലൊരു ഓപ്ഷൻ കാണിക്കുന്നൊന്നുമില്ല. കയറാൻ പറ്റുമോ. ഇതൊന്ന് ചെലമ്പി കയറുന്ന പോലെയൊക്കെ ചാടുന്നത്. ഓക്കെ പക്ഷെ ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് ഈ കൺട്രോളിന്റെ പ്രത്യേകത പറഞ്ഞ കേട്ടോ. ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒറ്റയടിക്ക് താത്തിക്കഴിഞ്ഞാൽ ഓടും. ഇനി നമ്മൾ ഈ സാധനം ഒരു മിനിമം ലെവലിലെ പിടിക്കുന്നുണ്ടെങ്കിൽ കണ്ടോ പയ്യെ പോവുള്ളൂ. ഇത് ഇങ്ങോട്ടാക്കുക നമ്മൾ എത്രത്തോളം ഇങ്ങോട്ട് ആക്സിലേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെയാണ്. അതേപോലെ ഈ ബട്ടൺ ഇതൊക്കെ ശരിക്കും അങ്ങനെ ആക്സിലേറ്റർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം നിൽക്കുന്നോ അത്രമാത്രം അതിന്റെ ആക്ഷൻ വരുള്ളൂ. ഇത് എത്ര കൊടുക്കുന്നോ ആക്സിലേറ്റർ എത്ര കൊടുക്കുന്നോ അത്ര വണ്ടി പോവാന്ന് പറയുന്ന പോലെ ഇത് എത്രത്തോളം നമ്മൾ മുന്നോട്ട് പിടിക്കുന്നോ അത്രയും അവൻ അവന്റെ നടത്തത്തിൽ സ്പീഡ് വരും. അവന്റെ ഇതിനകത്ത് നമുക്ക് പയ്യെ പോവാം. എങ്ങോട്ട് പോകേണ്ട ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഓക്കെ നമ്മൾ സിസ്റ്റർ ഉണ്ടോ.
പയ്യെ നമ്മൾ പിടിച്ചാൽ പയ്യെ നീങ്ങും, സ്പീഡിലായിരിക്കണം അതാ ഇതിങ്ങനെ നീങ്ങും. ഒരു മിനിമം സ്പീഡ് അതൊക്കെ നമ്മൾ അതാണ് ഈ പ്ലേ സ്റ്റേഷനൊക്കെ വളരെ പ്രത്യേകത. പ്ലേ സ്റ്റേഷൻ കൺട്രോളർ, എക്സ് ബോക്സ് കൺട്രോളറിൻ്റെ ഒക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഗെയിമിങ്ങിനെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, സിസ്റ്റർ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്താ L3 ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. Gotta get to that window. ഓക്കെ, ആ വിൻഡോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സിസ്റ്റർ ആ വിൻഡോൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. Come on. Move it, sister. നമുക്ക് നേരെ ഈ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കവർ ചെയ്യാൻ ഈ ബട്ടൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ പോകുന്നില്ലല്ലോ. ആ ലൈറ്റ് കാണിക്കുന്ന ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഹോൾഡ് ചെയ്തപ്പോൾ അവിടേക്ക് അങ്ങനെ പോയി നടന്നു കയറി. സിസ്റ്റർ അവിടെ, സിസ്റ്റർ എന്താക്കത്? ഓക്കെ, നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നാവിഗേറ്റ് ചെയ്ത് ആ ലൈറ്റ് കാണിക്കുന്നിടത്തേക്ക് നാവിഗേറ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചു. അയ്യോ, സിസ്റ്റർ ഉണ്ട്. Nathan! You're in big trouble. സിസ്റ്റർ പിടിച്ച് കൊണ്ടുപോയിട്ടാ കണ്ടിട്ട്. ഓക്കെ, ആ മിഷൻ ഫെയിൽ ആയതാ. നമ്മൾ വീണ്ടും അവിടെ തന്നെ വന്നിട്ടുണ്ട്. എവിടെയാണ് നിർത്തി അവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ. ചെക്കേഴ്സ് ഇതൊക്കെ എടുത്ത് തിന്നാൻ പറ്റുമോ? വേറെ എന്തൊക്കെയോ ടേബിളിൽ കത്രിക ഉണ്ട്, എന്തൊക്കെയോ ടേബിൾ ഉണ്ട്. ഓക്കെ, Nathan! Come with me, young man. നമ്മൾ വീണ്ടും ആ ഗെയിം ഫെയിൽ ആയിരിക്കുന്നു. ഓക്കെ, നമ്മൾ സിസ്റ്റർ കാണാതെ അപ്പുറത്തെത്താം. അതാണ് ഇപ്പോഴത്തെ ടാസ്ക്. ഈ സിസ്റ്റർ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇരുന്നാൽ നമ്മളെങ്ങനെ അപ്പുറത്തോട്ട് പോവുക? അതിനോട് വേറെ ഏതെങ്കിലും വഴിക്ക് പോകാൻ പാ. ഓക്കെ, ആ പെണ്ണുങ്ങൾ നൈസായിട്ട് വരാന്തയിലേക്ക് നോക്കിയപ്പോൾ അവരാണ് I forgot my keys again. Can you open the gate for me? Coming, father. ഫാദർ വീണ്ടും തിരിച്ചു വരും. സമയത്ത് ഫാദർ ഏതോ താക്കോലെടുക്കാൻ മറന്നു പറഞ്ഞു. ചാടടാ, എന്താ നമുക്ക് ടോർച്ച് അടിച്ചതും കൂടെ നിൽക്കണ്ടേ. അതൊന്നും നമ്മളെ കണ്ടിട്ടാണ് അവിടെ പോകുന്നത്. Sam, hold up. ഓ, സാം എന്നാണ് അവൻ്റെ പേര്. ഇട്ടാണല്ലോ. ഓക്കെ, അങ്ങോട്ട് ചാടാം. എൻ്റെ അടിപൊളിയുടെ ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന ഗെയിം ഒരുപാട് എന്തായാലും 5 കൊല്ലത്തിനൊക്കെ മുമ്പാണ്. 2015-16 ടൈം പറ്റിയാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക്. ഇതിൻ്റെ ഇഷ്ടിയൊക്കെ കണ്ടില്ല, എന്നെ അടിപൊളിയായിട്ട് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടിക, ലൈറ്റ്, അടിപൊളി. ഞാൻ കയറുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. ഓ, എല്ലാ നൈസാണ്. അവിടുന്ന് വെള്ളമൊക്കെ വീഴുന്നുണ്ട്. ഇവിടുന്ന് വെള്ളമൊക്കെ പോകുന്നുണ്ടോ? എന്ത് രസാ. എന്നാ ഡീറ്റെയിലിംഗ് ആണ്. എത്ര കൊല്ലം മുമ്പത്തെ ഗെയിമോ, എന്നാ ഡീറ്റെയിലിംഗ്. കാണിച്ചാ വെള്ളം വീഴുന്നേ. ഇതാ പൈപ്പിൽ കൂടെ വെള്ളം പോകുന്നു. ബാഗുള്ളത്. Oh, you gotta learn to watch your back. Alright. Hey, it's good to see you, little brother.
What is that? ആ സിസ്റ്റർ എന്തോ ബ്രദറിന്റെ കാര്യം Wait, പറഞ്ഞു. again? It's nothing. You told me you'd stay out of trouble, though. He was talking shit about us. So? He said that Dad dumped us here because we're worthless, and Mom is in hell because... Nathan, come on. They're just saying it because it gets you. Alright? You just gotta learn to laugh it off. You wouldn't. Well, I'll do as I say, not as I do. Yeah. You'll catch cold. So, what are you doing here like this anyway? If the nuns catch you, they're gonna call the cops. Well, I got a song for you. And I couldn't wait till Christmas. What? It's outside. What happened to us staying out of trouble? This is an exception. Mm-hmm. അവന്റെ കൂടെ ഒന്ന് പുറത്തുമാരെല്ലാം പറയുന്നത് ബ്രദറാണ് കേട്ടോ. മച്ചാനെ The sister's feeding you enough. അനിയനെ ബോർഡിംഗ് സ്കൂളിലാക്കിയിട്ട് പോയിരിക്കുകയാണ്. അനിയനാണ് ബോർഡിംഗ് സ്കൂൾ ഇഷ്ടപ്പെടുന്നില്ല. Some Bible retreat. അച്ഛനും അമ്മയും അവരുടെ കൂടെ ഇല്ല. പൊതുവെ കാണുന്ന എല്ലാവരും സെന്റി ക്ലീശ സ്റ്റോറീസ് ഒക്കെ How's Father Duffy doing? He's the one decent guy in there. You should come and say hi. Nah. ഈ നൈറ്റാണ് ഇപ്പൊ ചാടി കിടന്നത്. സെക്കൻഡ് ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ തന്നെ ചാടുന്നില്ലേ വീടുകളുടെ മുന്നിൽ കൂടെ അസാസിൻ്റെ വീട്ടിൽ ഇങ്ങോട്ടാണ് ചാടുന്നത്. അവൻ ഈ വഴിക്ക് പോയി. This way. കറക്റ്റ് ആ ഒരു ലെവലിലാക്കി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അങ്ങോട്ട് That was easy. ഇതൊക്കെ ഈസിയാണ്. ഇങ്ങനെ ഞെക്കി കൊടുത്താൽ പോരാ. മൂന്നുണ്ടല്ലോ പിന്നെ You didn't prop it. I did. At least I thought I did. No, it doesn't matter. We're gonna take the high road. The high road? Just follow me. Watch this. അച്ഛൻ വന്നപ്പോ ഡോറ് തുറന്നു വെക്കാൻ മറന്നുപോയി. ഡോറ് ക്ലോസ് ആയി, ലോക്കായി. ഇനി വേറെ വഴിക്ക് We take the high road. വേറെ വഴിക്ക് പോകാന്നൊക്കെയാണ് Have you done പറഞ്ഞത്. this before? Once or twice. Yeah, come on. Your turn. നല്ല ഏട്ടൻ അനിയനെ പഠിപ്പിക്കുന്നുണ്ടില്ല. മതില് ചാടാനും ഈത്തും മാത്തും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഈ പള്ളിപ്പൊന്നും പിടിക്കുക, വള്ളിക്ക് പിടിക്കുക. ഈ റോപ്പിന്റെ മെക്കാനിക്സ് ഒക്കെ ഫിസിക്സും മെക്കാനിക്സ് ഒക്കെ നല്ല രസം കിട്ടും. അവിടെ മുഖത്ത് പിടിച്ചിട്ട് ഒന്ന് തട്ടി നിന്നിരുന്നു. അതാണല്ലേ നല്ല നൈസ് ഫിസിക്സ് കേട്ടോ. റോപ്പിന്റെ തട്ടുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. ഇതിലും പിടിക്കാൻ ഓക്കെ ഓക്കെ എക്സ് ആയിരുന്നു എനിക്ക്. അപ്പോൾ L1 ഹോൾഡ് ചെയ്യാൻ ഓക്കെ. എന്നിട്ട് മൂവ് ആകുന്ന ബട്ടൺ മേലോട്ട് L1 ഹോൾഡ് ചെയ്ത് മേലോട്ട് കൊണ്ട് താഴോട്ട് വെച്ചാൽ താഴോട്ട് വരുന്നുണ്ടോ? താഴോട്ട് വരുന്നുണ്ട്. നൈസായിട്ട് താഴോട്ട് നല്ല രസമുണ്ട്. പിന്നെ ഈ ചുമരത്തേക്ക് റിഫ്ലക്ഷൻ റേ ട്രേസിങ് അതൊന്നൊരു പറയാല്ല. എത്ര കൊല്ലം മുമ്പത്തെ ഡിവൈസാണ് പ്ലേ സ്റ്റേഷൻ. ഞാൻ ഇപ്പോൾ പ്ലേ സ്റ്റേഷൻ 4ലാണ് What you been up to?
അതിനകത്ത് ഇമ്മാതിരി റേഡ് റേസിനെ കിട്ടുക എന്ന് പറയുമ്പോ എനിക്കൊന്നും പറയാനില്ല. On again, off again. Currently off again. അവനവിടെ എക്സ് നിൽക്കുമ്പോ ചാടി കയറി പിടിക്കും. പിന്നെ താഴേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൻ നിൽക്കുമ്പോഴേ താഴേക്ക് ഇറങ്ങും. സ്ലിപ്പറി ആയതുകൊണ്ട് നേരെ നൈസായിട്ട് താഴെ എടുത്തിട്ട് അവനെവിടേക്കാ പോയി? Okay. No guts. No glory. അവൻ എങ്ങോട്ട് ചാടി? Just don't think about it. You got this. അതൊക്കെ ശരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഒരു ഗെയിമറായി കളിക്കുമ്പോൾ ശരിക്കും അതൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ ഹൈറ്റ് കാണിച്ചാ സെക്കൻഡ്. ഇതാണ് ഇത്രയും ഹൈറ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി ചാടി വെക്കുക. കിട്ടായിക്കൊന്നുമില്ല. ഗെയിം അങ്ങനെയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി ഞാൻ പിന്നെ കളിത്തരാം.